ഇന്ന് നമുക്ക് റെലവൻറ്റ്, സിവിയർ ഈ രണ്ട് വാക്കുകളെ കുറിച്ച് പഠിക്കാം. ഇവ ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളും നോക്കാം. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ആദ്യം നമുക്ക് റെലവൻറ്റ് എന്ന വാക്കിനെ കുറിച്ച് പഠിക്കാം. ഒരു സെൻറ്റൻസ് നോക്കൂ. ഇറ്റ്സ് എ റെലവൻറ്റ് ക്വസ്റ്റ്യൻ. എന്താ അർത്ഥം? ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഈ സെൻറ്റൻസിലെ റെലവൻറ്റ് എന്ന വാക്കിന് പ്രസക്തമായ എന്നാണ് അർത്ഥം. ഇറ്റ്സ് എ റെലവൻറ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഇനി അടുത്ത സെൻറ്റൻസ്. വി വാണ്ട് ഓൾ ദ റെലവൻറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ഹിം. ഞങ്ങൾക്ക് അവനെക്കുറിച്ചുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും വേണം. ഈ സെൻറ്റൻസിലെ റെലവൻറ്റ് എന്ന വാക്കിന് പ്രധാനപ്പെട്ട എന്നാണ് അർത്ഥം. വി വാണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണം. ഓൾ ദ റെലവൻറ്റ് ഇൻഫോർമേഷൻ എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും അബൌട്ട് ഹിം അവനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള. വി വാണ്ട് ഓൾ ദ റെലവൻറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ഹിം. ഞങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും വേണം. ഇനി അടുത്തത് സിവിയർ. സിവിയർ എന്ന വാക്കിനെ കുറിച്ച് പഠിക്കാം. ഒരു സെൻറ്റൻസ് നോക്കൂ. ഹിസ് ഇഞ്ചുറീസ് ആർ സിവിയർ. അവൻ്റെ പരിക്കുകൾ ഗുരുതരമാണ്. ഈ സെൻറ്റൻസിലെ സിവിയർ എന്ന വാക്കിന് ഗുരുതരം എന്നാണ് അർത്ഥം. ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ പരിക്കുകൾ. ഹിസ് ഇഞ്ചുറീസ് ആർ സിവിയർ. അവൻ്റെ പരിക്കുകൾ ഗുരുതരമാണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. സിവിയർ വെതർ ഈസ് ലൈക്ലി ടു കോസ് ഡാമേജ്. വളരെ മോശം കാലാവസ്ഥ ഒരുപാട് കേടുപാടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ സെൻറ്റൻസിലെ സിവിയർ എന്ന വാക്കിന് വളരെ മോശമായ എന്നാണ് അർത്ഥം. സിവിയർ വെതർ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ കാലാവസ്ഥ. ഈസ് ലൈക്ലി എന്ന് പറഞ്ഞാൽ സാധ്യതയുണ്ട്. ടു കോസ് ഉണ്ടാക്കാൻ, ഡാമേജ് കേടുപാടുകൾ. സിവിയർ വെതർ ഈസ് ലൈക്ലി ടു കോസ് ഡാമേജ്. വളരെ മോശമായ കാലാവസ്ഥ കേടുപാടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതുപോലെയുള്ള വാക്കുകളും അവ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളും ഇതിൻ്റെ ബാക്കി പാർട്ടുകളിൽ നമുക്ക് പഠിക്കാം. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.